തിരുവിതാംകൂറിലെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ്. 1729 മുതൽ 1758 വരെയുള്ള കാലഘട്ടമാണ് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം. മാർത്താണ്ഡവർമ്മ ജനിച്ച വർഷം 1706 മാർത്താണ്ഡവർമ്മ ജനിച്ച വർഷം 1706. മാർത്താണ്ഡവർമ്മയുടെ പിതാവ് കിളിമാനൂർ കോയിത്തമ്പുരാനായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ പിതാവ് ആരാണ്? കിളിമാനൂർ കോയിത്തമ്പുരാൻ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ സ്ഥാപകൻ എന്നാണ് മാർത്താണ്ഡവർമ്മ അറിയപ്പെടുന്നത്. അപ്പം ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ. തിരുവിതാംകൂറിൻ്റെ ഉരുക്കുമനുഷ്യൻ, ബിസ്മാർക്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൻ്റെ ഉരുക്കുമനുഷ്യൻ, ബിസ്മാർക്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണ തലസ്ഥാനമായിരുന്നു പത്മനാഭപുരം. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭരണ തലസ്ഥാനം ഏതായിരുന്നു? പത്മനാഭപുരം, കൽക്കുളമായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ വ്യാപാര തലസ്ഥാനം മാവേലിക്കര. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണ തലസ്ഥാനം ചോദിച്ചാൽ പത്മനാഭപുരം, കൽക്കുളവും. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ വ്യാപാര തലസ്ഥാനം മാവേലിക്കരയും ആയിരുന്നു. ഒന്നാം തൃപ്പടിദാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ഒന്നാം തൃപ്പടിദാനം 1750 ജനുവരി 3. ഒന്നാം തൃപ്പടിദാനം 1750 ജനുവരി 3 നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. 1723 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നെയ്യാറ്റിൻകരയിലെ ഇളമുറ തമ്പുരാൻ, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നാണ് മാർത്താണ്ഡവർമ്മ അറിയപ്പെടുന്നത്. നെയ്യാറ്റിൻകരയുടെ ഇളമുറ തമ്പുരാൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. അപ്പം നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ, ആധുനിക അശോകൻ, ബിസ്മാർക്ക്, ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ, ഉരുക്കു മനുഷ്യൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. അപ്പം ആദ്യമായി ഇന്ത്യയിൽ ഒരു നാട്ടുരാജ്യവുമായിട്ട് ഒരു ബ്രിട്ടീഷുകാർ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഉടമ്പടിയിൽ വെക്കുന്നത് 1723 മാർത്താണ്ഡവർമ്മയുമായിട്ടാണ്. നെയ്യാറ്റിൻകരയുടെ ഇളമുറ തമ്പുരാൻ എന്ന പേരിലാണ് അദ്ദേഹം ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് 1723 വേണാട് ഉടമ്പടി. ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ്. ഹിരണ്യഗർഭം ചടങ്ങ് എന്ന് വെച്ചാൽ എന്താണ്? അത് തിരുവിതാംകൂറിലെ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ഹിരണ്യഗർഭം ചടങ്ങ്. കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചിത്രം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. ഇനി ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ്. ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു? അത് ഒരു ശിക്ഷാരീതിയായിരുന്നു. ഇത് നടപ്പിലാക്കിയ തിരുവിതാംകൂർ രാജാവും മാർത്താണ്ഡവർമ്മ തന്നെയാണ്. കണ്ടെഴുത്ത്, ഭൂസർവേ എന്നിവ തിരുവിതാംകൂറിൽ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതിയായിരുന്നു എട്ടരയോഗം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതിയായിരുന്നു എട്ടരയോഗം. 7 പോറ്റി ബ്രാഹ്മണർ, ഒരു നായർ ജന്മി, രാജാവ് എന്നിങ്ങനെ 9 പേർ അടങ്ങുന്നതായിരുന്നു എട്ടരയോഗം. മാർത്താണ്ഡവർമ്മയ്ക്ക് എതിരെ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന 8 വീട്ടിൽ പിള്ളമാരെ രാജാധികാരത്തിൻ്റെ പിൻബലത്തിൽ മാർത്താണ്ഡവർമ്മ ഇല്ലാതാക്കി. 8 തറവാടുകളും ഇടിച്ചു നിരത്തി അവിടെ കുളങ്ങൾ നിർമ്മിച്ചു. ഇതോടെയാണ് കുളം തോണ്ടുക എന്ന ശൈലി തന്നെ മലയാളത്തിൽ പ്രചാരം നേടിയത്. പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിത രാജാവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം ഇമ്പോർട്ടൻ്റ് ആണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദീപവും ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. തൃപ്പടിദാനം നടത്തിയതിനു ശേഷം ഈ തിരുവിതാംകൂർ രാജാക്കന്മാർ പിന്നെ പത്മനാഭദാസന്മാർ എന്നായിരുന്നു അറിയപ്പെട്ടത്. അതായത് സർവവും അവർ പത്മനാഭന് സമർപ്പിച്ച് പിന്നെ പത്മനാഭൻ്റെ ദാസന്മാരായിട്ടാണ് പിന്നീട് അവർ രാജ്യം ഭരിച്ചു പോകുന്നത്. ഭദ്രദീപം വർഷത്തിൽ 2 തവണ നടക്കുന്നു. മുറജപം 6 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്.
മുറജപം ആദ്യമായി ആഘോഷിച്ച വർഷം 1750 മുറജപം ആദ്യമായിട്ട് ആഘോഷിച്ചത് എന്നാണ്? 1750. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവും മാർത്താണ്ഡവർമ്മ തന്നെയാണ്. കിഴക്കേക്കോട്ട, പടിഞ്ഞാറേക്കോട്ട എന്നിവ പണി കഴിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച രാജാവ് ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം നിരോധിച്ചു അവസാനിപ്പിച്ച രാജാവാണ് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൻ്റെ രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവായിരുന്നു അദ്ദേഹം. മരുമക്കത്തായ സമ്പ്രദായം പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവാണ് മാർത്താണ്ഡവർമ്മ. ശ്രീ പത്മനാഭ വഞ്ചിപാല മാർത്താണ്ഡ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് അദ്ദേഹം സ്വീകരിക്കുന്നു. ശ്രീ പത്മനാഭ വഞ്ചിപാല മാർത്താണ്ഡ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഉദയഗിരിക്കോട്ട പുതുക്കി പണിത രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. ഉദയഗിരിക്കോട്ട നിർമ്മിച്ചത് വീരരവിവർമ്മയായിരുന്നു. തിരുവിതാംകൂറിൽ ഒരു സ്ഥിര സൈന്യം ഏർപ്പെടുത്തിയ രാജാവ് അത് അറിയപ്പെടുന്നത് മറവപ്പട എന്നായിരുന്നു കേട്ടോ. തിരുവിതാംകൂറിൽ ഒരു സ്ഥിര സൈന്യത്തെ ഏർപ്പെടുത്തി. ആ സൈന്യം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അത് മറവപ്പട എന്നാണ്. വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരിയും മാർത്താണ്ഡവർമ്മ തന്നെയാണ്. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ്. അപ്പം നമ്മുടെ മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ്. മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചെടുത്ത യുദ്ധമാണ് പുറക്കാട് യുദ്ധം 1746. മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1742. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച അണക്കെട്ടുകളാണ് പൊന്മന അണയും പുത്തനണയും. മാർത്താണ്ഡവർമ്മയുടെ സമകാലികരായിരുന്നു രാമപുരത്തു വാര്യരും കുഞ്ചൻ നമ്പ്യാരും. അപ്പം മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലെ കവികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം രാമപുരത്തു വാര്യരും കുഞ്ചൻ നമ്പ്യാരും ആയിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതലയിലുണ്ടായിരുന്ന നായർ സമുദായ സൈന്യമായിരുന്നു നായർ ബ്രിഗേഡ്. തിരുവിതാംകൂറിലെ നായർ സമുദായ സൈന്യമായിരുന്നു നായർ ബ്രിഗേഡ്. ആറ്റിങ്കലിനെ തിരുവിതാംകൂർ ലയിപ്പിച്ച വർഷം 1730. 1730 ആറ്റിങ്ങലിനെ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർക്കുന്നു. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയായിരുന്നു കൃഷ്ണശർമ്മ. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവി ആരാണ്? കൃഷ്ണശർമ്മ. അമ്പലപ്പുഴ യുദ്ധം നടന്ന വർഷം 1754. അമ്പലപ്പുഴ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1754. കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ ആനന്ദേശ്വര യുദ്ധം നടന്ന വർഷമാണ് 1754. ഇതിൽ മാർത്താണ്ഡവർമ്മ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. തിരുവിതാംകൂറും ഡച്ചുകാരും. കുളച്ചൽ യുദ്ധമാണ് തിരുവിതാംകൂറും ഡച്ചുകാരും തമ്മിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1741 ഓഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1741 ഓഗസ്റ്റ് 10 തിരുവിതാംകൂറും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയവരെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമാണ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത് കുളച്ചൽ യുദ്ധത്തിലാണ്. അപ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തി ഒരു ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത് 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധത്തിലൂടെയാണ്. കുളച്ചൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി ജില്ലയിലാണ്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് കുളച്ചൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനായിരുന്നു ഡിലനോയി. കുളച്ചൽ യുദ്ധത്തിൻ്റെ പരാജയത്തെ തുടർന്ന് മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് ഉദ്യോഗസ്ഥൻ സൈന്യാധിപനായിരുന്നു ഡിലനോയി. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട ഡച്ച് സൈന്യാധിപനായിരുന്നു ഡിലനോയി. ഡിലനോയിയെ നമ്മുടെ
മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ പരിശീലിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ നിയോഗിക്കുന്നു. അങ്ങനെ ക്യാപ്റ്റൻ ഡിലനോയി തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്ന് പിന്നീട് അറിയപ്പെടുന്നു. ഡിലനോയി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി ജില്ലയിലെ ഉദയഗിരി കോട്ടയിലാണ്. ഉദയഗിരി കോട്ട നിർമ്മിച്ചത് ആരാണ്? അത് വീരരവിവർമ്മയാണ്. വേണാട് രാജാവായിരുന്ന വീരരവിവർമ്മ. അത് പുതുക്കി പണിതതാണ് മാർത്താണ്ഡവർമ്മ. മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1753 ഓഗസ്റ്റ് 15 മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. മാവേലിക്കര ഉടമ്പടിയെ തുടർന്ന് ഡച്ചുകാർ കുരുമുളകിന് പകരമായി യുദ്ധസാമഗ്രികൾ തിരുവിതാംകൂറിന് നൽകണമെന്ന് തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഡച്ചുകാർ ഇടപെടരുതെന്നും ധാരണയാകുന്നു. അതാണ് ശരിക്കും മാവേലിക്കര ഉടമ്പടി എന്ന് പറയുന്നത്. കുരുമുളക് നമ്മൾ അങ്ങോട്ട് കൊടുക്കും, അതിന് പകരം നമുക്ക് എന്ത് തരണം? യുദ്ധസാമഗ്രികൾ തരണം. പക്ഷേ തിരുവിതാംകൂറിൻ്റെ ഒരു കാര്യങ്ങളിലും ആഭ്യന്തര കാര്യങ്ങളിൽ ഡച്ചുകാർ ഇടപെടാൻ പാടില്ല എന്നാണ് ഉടമ്പടി ഉണ്ടാക്കിയത്. കേരളത്തിൽ ഡച്ചു ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. മാർത്താണ്ഡവർമ്മയുടെ തൃപ്പടിദാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. തൃപ്പടിദാനം നടത്തിയത് 1750 ഒന്നാം തൃപ്പടിദാനമാണ് 1750. മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യത്തെ ശ്രീപത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവമാണ് തൃപ്പടിദാനം എന്ന് അറിയപ്പെടുന്നത്. ഒന്നാം തൃപ്പടിദാനം നടന്നത് 1750 ജനുവരി 3 തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ പത്മനാഭദാസന്മാർ എന്ന് അറിയപ്പെടുന്നു. രണ്ടാം തൃപ്പടിദാനം നടത്തിയത് കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു. ധർമ്മരാജ എന്നറിയപ്പെടുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു രണ്ടാം തൃപ്പടിദാനം നടത്തിയത്. രണ്ടാം തൃപ്പടിദാനത്തിൻ്റെ വർഷം 1766 കേട്ടോ. തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ഉമാമഹേശ്വരിയാണ്. തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉമാമഹേശ്വരിയാണ്. മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങൾ തിരുവിതാംകൂറിൽ അനവധി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് എന്നറിയപ്പെടുന്നത് പതിവ് കണക്ക്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പതിവ് കണക്കെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബഡ്ജറ്റായിരുന്നു. ചൗക്കകൾ എന്ന് പറഞ്ഞാൽ ചെക്ക് പോസ്റ്റുകൾ, അഞ്ചൽ പോസ്റ്റൽ സമ്പ്രദായം, മണ്ഡപത്തുവാതുക്കൽ എന്ന് പറഞ്ഞാൽ താലൂക്ക് ഓഫീസ്, കാര്യക്കാർ തഹസിൽദാർ, പകുതികൾ വില്ലേജ് ഓഫീസ്, പർവത്തിക്കാർ വില്ലേജ് ഓഫീസർ, മുളക് മടിശീലക്കാർ ധനമന്ത്രിമാർ. ഇതായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭരണപരിഷ്കാരങ്ങളിൽ പ്രധാനമായത്. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ PSC. പകുതികൾ എന്നറിയപ്പെടുന്നത് എന്താണ്? വില്ലേജ് ഓഫീസ്, പർവത്തിക്കാർ വില്ലേജ് ഓഫീസർ. അപ്പം മണ്ഡപത്തും വാതുക്കലൊക്കെ PSC ചോദിച്ചിട്ടുള്ളതാണ്. താലൂക്ക് ഓഫീസ്, അഞ്ചൽ എന്താണ്? പോസ്റ്റൽ സമ്പ്രദായം, ചൗക്കകൾ ചെക്ക് പോസ്റ്റ്, പതിവ് കണക്ക് ബഡ്ജറ്റ്. മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തരായ ദിവാൻമാരായിരുന്നു അറുമുഖൻ പിള്ള, താണുപിള്ള, രാമയ്യൻ ദളവ. ഇതിൽ അറുമുഖൻ പിള്ള 1729 1736 കാലഘട്ടത്തിലും താണുപിള്ള 1736 1737 കാലഘട്ടത്തിലും രാമയ്യൻ ദളവ 1737 1756 കാലഘട്ടത്തിലുമാണ് ദിവാൻമാരായിട്ട് ഇരുന്നത്. മാർത്താണ്ഡവർമ്മയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ അപ്പുറത്തേക്ക് മാർത്താണ്ഡവർമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് പോലും നിങ്ങൾക്ക് ചോദിക്കില്ല, ഷുവറാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത രാജാവിലേക്ക് കടക്കാം. 1758 മാർത്താണ്ഡവർമ്മ നാട് നീങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വരുന്ന രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. കാർത്തിക തിരുനാൾ രാമവർമ്മ, ധർമ്മരാജ എന്നറിയപ്പെടുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായ തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ധർമ്മരാജ എന്നറിയപ്പെടുന്നു. കിഴവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു കാർത്തിക തിരുനാൾ രാമവർമ്മ. ഇമ്പോർട്ടൻ്റ് ആണ് ധർമ്മരാജ, കിഴവൻ രാജ. തലസ്ഥാനം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭരണ തലസ്ഥാനം പത്മനാഭപുരമായിരുന്നു. തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജയായിരുന്നു. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവും കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവാണ് നമ്മുടെ കാർത്തിക തിരുനാൾ രാമവർമ്മ. ഏകദേശം 40 വർഷക്കാലത്തോളം ധർമ്മരാജ തിരുവിതാംകൂറിൽ ഭരണം നടത്തി. 1758 മുതൽ 1798 വരെയുള്ള കാലഘട്ടമാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടം.
മൈസൂർ പടയുടെ ആക്രമണം തടയുവാനായി മധ്യ കേരളത്തിൽ തൃശ്ശൂരിൽ നെടുങ്കോട്ട പണികഴിപ്പിച്ച രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ്. അദ്ദേഹം രചിച്ച ആട്ടക്കഥയാണ് രാജസൂയം ആട്ടക്കഥ. രാജസൂയം ആട്ടക്കഥ രചിച്ചത് ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. കൊച്ചിയും തിരുവിതാംകൂറുമായി നടന്ന ശുചീന്ദ്രം ഉടമ്പടി സമയത്ത് തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹമായിരുന്നു. ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും മലബാർ ആക്രമണ സമയത്തെ തിരുവിതാംകൂർ രാജാവും കാർത്തിക തിരുനാൾ രാമവർമ്മ. ഉത്തര കേരളത്തിലെ രാജാക്കന്മാർക്ക് തിരുവിതാംകൂറിൽ അഭയം നൽകിയ രാജാവാണ്. ഡച്ചുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലയ്ക്കു വാങ്ങി 1789. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി ബാലരാമഭാരതം എന്ന കൃതി രചിച്ചത് ധർമ്മരാജയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ബാലരാമഭാരതം രചിച്ചത് ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി ബാലരാമഭാരതം എന്ന കൃതി രചിച്ച തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സപ്തസ്വര മണ്ഡപം 1000 പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നു 1790. ഇതര മതാനുയായികൾക്ക് നൽകുന്ന സേവനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിൻ്റെ കത്ത് ലഭിച്ച തിരുവിതാംകൂർ രാജാവ്. ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവിതാംകൂറിൽ ഇതര മത വിശ്വാസികൾക്ക് നൽകുന്ന സേവനങ്ങളെ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിൻ്റെ കത്ത് ലഭിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ രാമവർമ്മ. ധർമ്മരാജയുടെ പ്രശസ്തരായ മന്ത്രിമാരായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും രാജാ കേശവദാസും. മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തരായ മന്ത്രിമാരായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡപിള്ള, രാജാ കേശവദാസ്. ധർമ്മരാജയുടെ സമകാലികനായിരുന്ന പ്രശസ്ത കവിയാണ് ഉണ്ണായി വാര്യർ. ഇനി രാജാ കേശവദാസ്, ധർമ്മരാജയുടെ മന്ത്രിയായിരുന്ന രാജാ കേശവദാസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ ദളവ. ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ ദളവയാണ് രാജാ കേശവദാസ്. യഥാർത്ഥ പേര് കേശവ പിള്ള എന്നായിരുന്നു. വലിയ ദിവാൻജി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ദിവാൻ ചാല കമ്പോളത്തിൻ്റെയും ആലപ്പുഴ നഗരത്തിൻ്റെയും ശില്പിയായിരുന്നു. തൃശ്ശൂരിൽ നെടുങ്കോട്ട പണിത ദിവാനാണ് രാജാ കേശവദാസ്. കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് ആരാണ്? അത് മോണിങ്ടൺ പ്രഭുവാണ്. കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് ആരാണ്? മോണിങ്ടൺ പ്രഭുവാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. വർക്കല നഗരത്തിൻ്റെ ശില്പി, ധർമ്മരാജയുടെ ആദ്യ ദളവ. തിരുവിതാംകൂറിനെ തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ 3 റവന്യൂ മേഖലകളായി തിരിച്ച തിരുവിതാംകൂർ ദളവ. കൊച്ചിയിലെ ദിവാനായ പാലിയത്ത് കോമി അച്ഛനുമായി ചേർന്ന് 1762 ശുചീന്ദ്രം ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയായിരുന്നു. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെക്കുറിച്ചാണ്. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടം 1798 മുതൽ 1810 വരെയുള്ള കാലഘട്ടമാണ്. ഏറ്റവും ദുർബലനായ രാജാവ് എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അപ്പം തിരുവിതാംകൂറിലെ ഏറ്റവും ദുർബലനായ രാജാവ് എന്നറിയപ്പെടുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. മെക്കാളെ പ്രഭു തിരുവിതാംകൂർ റെസിഡൻ്റായി അധികാരമേറ്റ സമയത്ത് തിരുവിതാംകൂർ രാജാവ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. അപ്പോൾ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂർ റെസിഡൻ്റായി അധികാരമേറ്റുന്ന ആരാണ്? അത് മെക്കാളെ പ്രഭു ആയിരുന്നു. ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാണ് ഇദ്ദേഹം. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ പ്രശസ്തനായ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. അപ്പോൾ വേലുത്തമ്പി ദളവ ആരുടെ ദിവാനായിരുന്നു? ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ദിവാനായിരുന്നു? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. ഇനി നമുക്ക് വേലുത്തമ്പി ദളവയെക്കുറിച്ച് പഠിക്കാം. വേലുത്തമ്പി ദളവ ജനിച്ചത് കന്യാകുമാരിയിലെ കൽക്കുളത്ത് 1765 വേലുത്തമ്പി ദളവ ജനിച്ചത് 1765 കന്യാകുമാരിയിലെ
കൽക്കുളത്താണ് അദ്ദേഹം ജനിച്ചത്. വേലുത്തമ്പി ദളവിയുടെ തറവാടിൻ്റെ പേര് തലക്കുളത്ത് വീട്. വേലുത്തമ്പി ദളവിയുടെ തറവാടിൻ്റെ പേരെന്താണ്? തലക്കുളത്തു വീട്. വേലുത്തമ്പി ദളവിയുടെ യഥാർത്ഥ നാമം വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ്. വേലുത്തമ്പി ദളവിയുടെ യഥാർത്ഥ നാമം എന്താണ്? വേലായുധൻ ചെമ്പകരാമൻ തമ്പി. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദളവയായിരുന്നു വേലുത്തമ്പി ദളവ. 1802 മുതൽ 1809 വരെയുള്ള കാലഘട്ടത്തിലാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാനായി വേലുത്തമ്പി ദളവ സേവനമനുഷ്ഠിച്ചത്. വേലുത്തമ്പി ദളവിയുടെ ഭരണപരിഷ്കാരങ്ങൾ തിരുവിതാംകൂറിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു. വേലുത്തമ്പി ദളവിയുടെ ഭരണപരിഷ്കാരങ്ങളിലെ പ്രധാനപ്പെട്ടതാണ് കൊല്ലത്ത് ഹജൂർ കച്ചേരി, സഞ്ചരിക്കുന്ന കോടതികൾ, വേമ്പനാട്ട് കായലിനെ പ്രസിദ്ധമായ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കി. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വേമ്പനാട്ട് കായലിൽ പ്രസിദ്ധമായ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കിയ ദിവാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വേലുത്തമ്പി ദളവയാണ് കേട്ടോ. ഇനി വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ്? 1809 ജനുവരി 11. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെയാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്നത്. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം 1809 ജനുവരി 11. പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് വേലുത്തമ്പി ദളവ ആത്മത്യാഗം ചെയ്തത് 1809. ഈ ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ പിടിച്ചു കെട്ടാനും ഇദ്ദേഹത്തെ കാണുന്നവർ അറിയിക്കുക ഇങ്ങനെയൊക്കെ വിളംബരങ്ങൾ നടത്തി വേലുത്തമ്പി ദളവയെ പിടിച്ചു കെട്ടാനായിട്ട്. അപ്പം മറ്റൊരു ആളുടെ അടിമത്തത്തിൽ അല്ലെങ്കിൽ ജീവിക്കുന്നതിലും നല്ലത് സ്വന്തം ഉടവാളുകൊണ്ട് കുത്തി മരിക്കുന്നതാണെന്ന് പറഞ്ഞ് വേലുത്തമ്പി ദളവ തൻ്റെ ഉടവാളുകൊണ്ട് കുത്തി മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം ആത്മത്യാഗം ചെയ്യുകയാണ് ചെയ്തത്. കാരണം ആരുടെ മുമ്പിലും അടിയറവ് പറയാത്ത ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷുകാർക്കെതിരെ അത്രയും ശക്തമായി പൊരുതി നിന്ന ഒരു ദളവയായിരുന്നു. അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചാണ് വേലുത്തമ്പി ദളവ ആത്മത്യാഗം ചെയ്യുന്നത് 1809. വേലുത്തമ്പി ദളവിയുടെ മൃതശരീരം, അദ്ദേഹം മരിച്ചിട്ട് ഇവർക്ക് അദ്ദേഹത്തിനോടുള്ള ദേഷ്യം തീർന്നില്ല. വേലുത്തമ്പി ദളവിയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ കണ്ണമൂലയിൽ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കി പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലാണ്. വേലുത്തമ്പി ദളവ മ്യൂസിയം എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലാണ്. വേലുത്തമ്പി ദളവിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ്. നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വേലുത്തമ്പി ദളവിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വേലുത്തമ്പി ദളവിയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് ഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിലാണ്. വേലുത്തമ്പി ദളവിയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? അത് ഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിലാണ്. ദളവയ്ക്ക് ശേഷം ദിവാനായത് ആരാണ്? ഉമ്മിണിത്തമ്പി. അപ്പോൾ വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായിട്ട് വരുന്നത് ഉമ്മിണിത്തമ്പിയാണ് കേട്ടോ. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായിട്ട് വരുന്നത് ആരാണ്? അത് ഉമ്മിണിത്തമ്പിയാണ്. അടുത്തത് നമ്മൾ റാണി ഗൗരി ലക്ഷ്മി ഭായിയെ കുറിച്ചാണ് പറയുന്നത്. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മി ഭായി. റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടം 1810 മുതൽ 1815 വരെയുള്ള കാലഘട്ടമാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മി ഭായ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരി ആരാണ്? അത് റാണി ഗൗരി ലക്ഷ്മി ഭായി ആണ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച വർഷം 1812 ഡിസംബർ 5. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച വർഷം 1812 ഡിസംബർ 5. അപ്പോൾ തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരിയും തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയുമാണ് റാണി ഗൗരി ലക്ഷ്മി ഭായി. ഉമ്മിണിത്തമ്പിയെ നീക്കം ചെയ്ത് റെസിഡന്റ് കേണൽ മൺറോയെ ദിവാനായി നിയമിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. ദളവയ്ക്ക് ശേഷം വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ഉമ്മിണിത്തമ്പി വരുന്നു. ഉമ്മിണിത്തമ്പിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി കേണൽ മൺറോയെ ദിവാനായി തിരുവിതാംകൂർ ഭരണാധികാരി നിയോഗിക്കുന്നു. അപ്പം കേണൽ മൺറോ ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ ദിവാനായിരുന്നു എന്ന് ചോദിച്ചാൽ അത് റാണി ഗൗരി ലക്ഷ്മി ഭായിയുടേതാണ്. ഏറ്റവും കുറച്ചുകാലം, വളരെ കുറച്ചുകാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മി ഭായി. 1810 മുതൽ
1815 വരെയായിരുന്നു റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ ഭരണകാലഘട്ടം. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഭായി ആയിരുന്നു. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതി നടപ്പിലാക്കിയതും റാണി ഗൗരി ലക്ഷ്മി ഭായിയാണ്. തിരുവിതാംകൂറിൽ വാക്സിനേഷൻ, അലോപ്പതി ചികിത്സ, അതുപോലെ ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തും റാണി ഗൗരി ലക്ഷ്മി ഭായി ആയിരുന്നു തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി. ഇനി തിരുവിതാംകൂറിൽ ജില്ലാ കോടതി, അപ്പീൽ കോടതി എന്നിവ സ്ഥാപിച്ചത് റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിലാണ്. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ച ഭരണാധികാരിയും റാണി ഗൗരി ലക്ഷ്മി ഭായിയാണ്. ഇനി നമുക്ക് കേണൽ മൺറോയെ പറ്റി ഒന്ന് പഠിക്കാം. ഉമ്മിണിത്തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാനായതാണ് കേണൽ മൺറോ. തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാനും തിരുവിതാംകൂറിലെ ആദ്യ റെസിഡന്റ് ദിവാനും ആരാണ്? കേണൽ മൺറോയാണ്. തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാനും തിരുവിതാംകൂറിലെ ആദ്യ റെസിഡന്റ് ദിവാനുമാണ് കേണൽ മൺറോ. ചട്ടവരിയോലകൾ എന്ന പേരിൽ നിയമസംഹിത തയ്യാറാക്കിയത് കേണൽ മൺറോയാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചട്ടവരിയോലകൾ എന്ന പേരിൽ നിയമസംഹിത, എന്താണത്? നിയമസംഹിത തയ്യാറാക്കിയത് കേണൽ മൺറോയാണ്. തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരനായിരുന്നു കേണൽ മൺറോ. അദ്ദേഹം തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യ അഹിന്ദുവായ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺറോയാണ്. തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാൻ, ആദ്യ റെസിഡന്റ് ദിവാൻ, അതുപോലെ തന്നെ ആദ്യ അഹിന്ദുവായ ദിവാൻ ചോദിച്ചാലും അത് കേണൽ മൺറോ തന്നെയാണ്. ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണ സമ്പ്രദായം തിരുവിതാംകൂർ നടപ്പിലാക്കിയ ദിവാനാണ് കേണൽ മൺറോ. കാര്യക്കാരൻ എന്ന പദവി തഹസിൽദാർ എന്നാക്കി മാറ്റിയ ദിവാനും ഇദ്ദേഹമാണ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ദിവാൻ, അടിമക്കച്ചവടം നമ്മൾ റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലത്ത് നിരോധിച്ചു എന്ന് പറഞ്ഞു. റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ ദിവാനായിരുന്നു ആര്? കേണൽ മൺറോ. അടുത്ത ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായി. റാണി ഗൗരി പാർവതി ഭായിയുടെ കാലഘട്ടം 1815 മുതൽ 1829 വരെയുള്ള കാലഘട്ടമാണ്. റാണി ഗൗരി പാർവതി ഭായിയുടെ കാലഘട്ടം 1815 മുതൽ 1829 വരെയുള്ള 14 വർഷ കാലഘട്ടമായിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി പാർവതി ഭായി. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജന്റ് ഭരണാധികാരി ആരായിരുന്നു? അത് റാണി ഗൗരി പാർവതി ഭായി ആയിരുന്നു. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം പാർവതി ഓർത്തോണം. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി പാർവതി ഭായി. 1816 ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി പാർവതി ഭായി. 1817 വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുക്കുന്നു. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണെന്ന് റാണി ഗൗരി പാർവതി ഭായി പ്രഖ്യാപിച്ചു. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായി. അപ്പോൾ തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയ വർഷം 1817. ആരാണ് ഈ വിളംബരം പുറപ്പെടുവിച്ചത്? അത് റാണി ഗൗരി പാർവതി ഭായിയാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തത് ആരാണ്? ഗൗരി പാർവതി ഭായി. തിരുവിതാംകൂറിൽ മരാമത്ത് വകുപ്പ്, അതായത് ഹജൂർ കച്ചേരിയുടെ കീഴിൽ ആരംഭിച്ച വർഷം 1823. സർക്കാർ ജോലികളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്തിരുന്ന വ്യവസ്ഥ നിർത്തലാക്കിയത് ഗൗരി പാർവതി ഭായിയാണ്. കൊല്ലത്തെ തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്തെ ഭരണാധികാരിയും ഗൗരി പാർവതി ഭായി തന്നെയാണ്. ജാതി പദവി ഭേദമില്ലാതെ എല്ലാവർക്കും ഓടുമേയാൻ അവകാശം നൽകിയത്. അപ്പം എല്ലാവർക്കും, തിരുവിതാംകൂറിലെ എല്ലാവർക്കും ജാതിയോ മതമോ സാമ്പത്തികമോ ഒന്നും നോക്കാതെ ഓടുമേയാൻ അവകാശം കൊടുത്തത് റാണി ഗൗരി പാർവതി ഭായിയാണ്. വേളി മുതൽ കഠിനംകുളം കായൽ വരെയുള്ള ജലപാത ആയിരുന്നു പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചു. വേളി മുതൽ കഠിനംകുളം വരെ ഒരു ജലപാത നിർമ്മിച്ചു. അതാണ് പാർവതി പുത്തനാർ പണി കഴിപ്പിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായി. സാധാരണ ജനങ്ങൾക്ക് സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ആഭരണങ്ങൾ ധരിക്കുവാനുള്ള അവകാശം നൽകിയ ഭരണാധികാരിയായിരുന്നു പാർവതി ഭായി. സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ചത് പാർവതി ഭായിയുടെ കാലഘട്ടത്തിലാണ്.
അപ്പോൾ സാധാരണക്കാരെ വളരെയധികം സപ്പോർട്ട് ചെയ്ത ഒരു ഭരണാധികാരിയായിരുന്നു ഗൗരി പാർവതി ഭായി. അതുപോലെ തന്നെ പ്രൈമറി വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണെന്ന് പറയുകയും പ്രൈമറി വിദ്യാഭ്യാസം എല്ലാവർക്കും സൗജന്യമായി നൽകുകയും ചെയ്തത് പാർവതി ഭായിയുടെ കാലഘട്ടത്തിലാണ്. ഓടുമേയാൻ അവകാശം കൊടുത്തത് പാർവതി ഭായിയുടെ കാലഘട്ടത്തിലാണ്. അടുത്തതാണ് സ്വാതി തിരുനാൾ. ഒരിക്കലും നമ്മൾ മറക്കാനോ ഉപേക്ഷിക്കാനോ പാടില്ലാത്ത ഒരു വ്യക്തിത്വമാണ് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടമാണ് തിരുവിതാംകൂറിൻ്റെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. 1829 മുതൽ 1846 വരെയുള്ള കാലഘട്ടമാണ് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടം. സ്വാതി തിരുനാൾ ജനിച്ചത് 1813 തിരുവിതാംകൂറിൻ്റെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടമാണ്. ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. ദക്ഷിണഭോജൻ, ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിൻ്റെ യഥാർത്ഥ പേരാണ് രാമവർമ്മ. സ്വാതി തിരുനാളിൻ്റെ യഥാർത്ഥ പേരെന്താണ്? രാമവർമ്മ. തിരുവനന്തപുരത്ത് രാജ ഫ്രീ സ്കൂളുകൾ ആരംഭിച്ചത് ഇദ്ദേഹമാണ്. തിരുവിതാംകൂറിലെ പ്രാകൃത ശിക്ഷാ സമ്പ്രദായമായിരുന്ന ശുചീന്ദ്രൻ കൈമൂക്ക് നിർത്തലാക്കിയ ഭരണാധികാരി. കൊണ്ടുവന്നതാരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇത് നിർത്തലാക്കിയതാരാണ്? ശുചീന്ദ്രൻ കൈമൂക്ക് നിർത്തലാക്കിയത് ആരാണ്? അത് സ്വാതി തിരുനാളാണ്. തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ 1834 ആരംഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നറിയപ്പെടുന്നതും സ്വാതി തിരുനാളാണ്. ഓർത്തോണം, സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. സർക്കാർ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് 1836 ആരംഭിച്ചു. ആരുടെ കാലഘട്ടത്തിൽ? സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ. തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് 1836 കൊണ്ടുവന്നു. ആരുടെ കാലത്താണ് ആരംഭിക്കുന്നത്? സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൽ വാന നിരീക്ഷണ കേന്ദ്രം 1837 ആരംഭിച്ചതും സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവാരാണ്? അത് സ്വാതി തിരുനാളാണ്. ഹജൂർ കച്ചേരി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ച ഭരണാധികാരി. അപ്പം നമ്മുടെ ഹജൂർ കച്ചേരി വേലുത്തമ്പി ദളവിയുടെ കാലഘട്ടത്തിലായിരുന്നു അല്ലേ? അത് കൊല്ലത്തായിരുന്നു. അത് കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണ്? അത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. തിരുവിതാംകൂറിൻ്റെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ 1839 പുറത്തിറക്കിയത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പം തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ 1839 സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ പുറത്തിറക്കി. മോഹിനിയാട്ടത്തിന് പ്രോത്സാഹനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. തിരുവനന്തപുരത്ത് പ്രശസ്തമായ കുതിരമാളിക പാലസ്, സിവിൽ ഹോസ്പിറ്റൽ ആൻഡ് പബ്ലിക് ലൈബ്രറി, എഞ്ചിനീയറിംഗ് വകുപ്പ്, ഗവൺമെൻറ് പ്രസ്, തിരുവനന്തപുരം മൃഗശാല, നക്ഷത്ര ബംഗ്ലാവ് എന്നിവ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ്. തിരുവനന്തപുരത്തെ നക്ഷത്ര ബംഗ്ലാവ് 1837 സ്ഥാപിതമായത്. സ്വാതി തിരുനാളിൻ്റെ സമയത്തെ ബ്രിട്ടീഷ് റെസിഡൻ്റ് ആയിരുന്നു കല്ലൻ സാഹിബ്. നിയമകാര്യങ്ങളിൽ സ്വാതി തിരുനാളിനെ ഇദ്ദേഹം സഹായിച്ചിരുന്നു. അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ കാലത്തെ ബ്രിട്ടീഷ് റെസിഡൻ്റ് ആരായിരുന്നു? കല്ലൻ സാഹിബ് ആയിരുന്നു. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് സുബ്ബാനന്ദ ദിവാനും കണ്ടൻ മേനോൻ ദിവാൻ പേഷ്കാറുമായിരുന്നു. സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാരായിരുന്നു തഞ്ചാവൂർ നാൽവർ. സ്വാതി തിരുനാളിൻ്റെ പ്രധാന കൃതികളാണ് ഭക്തമഞ്ജരി, ഉത്സവ പ്രബന്ധം, പത്മനാഭ ശതകം, സ്യാനന്ദപുര വർണ്ണപ്രബന്ധം എന്നിവ സ്വാതി തിരുനാളിൻ്റെ പ്രധാന കൃതികളാണ്. ഏതൊക്കെയാണ്? ഭക്തമഞ്ജരി, ഉത്സവ പ്രബന്ധം, പത്മനാഭ ശതകം, സ്യാനന്ദപുര വർണ്ണപ്രബന്ധം. കർണാടക സംഗീതത്തിലും വീണവായനയിലും തൽപരനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. സദസ്സിലെ പ്രശസ്തരായ സംഗീതജ്ഞരായിരുന്നു ഷഡ്കാല ഗോവിന്ദമാരാറ്, മേരുസ്വാമി, മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യനായ വടിവേലു, ശിവാനന്ദൻ, പൊന്നയ്യ, ചിന്നയ്യ എന്നിവർ. അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ പ്രശസ്തരായ സംഗീതജ്ഞർ ആരൊക്കെയായിരുന്നു? ഷഡ്കാല ഗോവിന്ദമാരാറ്, മേരുസ്വാമി, മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യനായ വടിവേലു, ശിവാനന്ദൻ,
പൊന്നയ്യ, ചിന്നയ്യ എന്നിവർ. 18-ലധികം ഭാഷകൾ അനായാസേന കൈകാര്യം ചെയ്ത ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ. മുൻസിഫ് കോടതി സ്ഥാപിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. 1846 ഡിസംബറിൽ 33-ാമത്തെ വയസ്സിലാണ് സ്വാതി തിരുനാൾ നാടു നീങ്ങുന്നത്. സ്വാതി തിരുനാൾ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വാതി തിരുനാളും ഗൗരി പാർവതിഭായിയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി ഇരയിമ്മൻ തമ്പി. സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന കവിയായിരുന്നു ഇരയിമ്മൻ തമ്പി. ഓമനത്തിങ്കൽ കിടാവോ എന്ന ഗാനം രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. ഉത്തരാ സ്വയംവരം ആട്ടക്കഥ രചിച്ചതും ഇരയിമ്മൻ തമ്പിയാണ്. അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന കവി, ഓമനത്തിങ്കൽ കിടാവോ എന്ന ഗാനം, ഉത്തരാ സ്വയംവരം എന്ന ആട്ടക്കഥയും ഇരയിമ്മൻ തമ്പിയുടേതാണ്. അടുത്ത തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം 1846 മുതൽ 1860 വരെയുള്ള കാലഘട്ടമാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം 1840 to 1860. കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ കഥകളിയുടെ സുവർണ കാലഘട്ടം ആരുടെ കാലഘട്ടമാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടമോ? അത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടം. കഥകളിയുടെ സുവർണ കാലഘട്ടം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് PSC ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ആര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പുറപ്പെടുവിച്ച വർഷമാണ് 1859 ജൂലൈ 26. അപ്പോൾ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം നൽകിയ തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1859 ജൂലൈ 26 ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം അദ്ദേഹം വിളംബരമായി പുറപ്പെടുവിക്കുന്നത്. അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉഴിയം വേല നിർത്താക്കിയ ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ച ഭരണാധികാരി. ആലപ്പുഴയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് 1857 സ്ഥാപിതമായപ്പോൾ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. 1859 അയർലൻഡുകാരനായ ജെയിംസ് ഡാറാസ് മേൽ കയർ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരിയും ഇദ്ദേഹമായിരുന്നു. തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അടുത്ത രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടം 1860 മുതൽ 1880 വരെയുള്ള കാലഘട്ടമാണ്. രോഗപ്രതിരോധത്തിനായി സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ്. സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? അത് നമ്മുടെ ആയില്യം തിരുനാൾ രാമവർമ്മയായിരുന്നു. ഹജൂർ കച്ചേരിയിൽ നിന്നും പൊതുമരാമത്ത് വകുപ്പ് 1860 സ്വതന്ത്രമായി പ്രവർത്തനം ആരംഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. സർക്കാർ തപാൽ വകുപ്പ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്ത വർഷം 1861. തിരുവിതാംകൂറിൽ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. പണ്ടാരപ്പാട്ട വിളംബരം എന്നാണ്? 1865. കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതാണ് പണ്ടാരപ്പാട്ട വിളംബരം, വർഷം 1865. വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പദവി 1866 നേടിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പദവി 1866 നേടിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. ജന്മിക്കുടിയാൻ വിളംബരം 1867 നടത്തിയതും ഇദ്ദേഹമാണ്. തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരം പണി കഴിപ്പിച്ചത്, അതായത് സെക്രട്ടേറിയറ്റ് പണി കഴിപ്പിച്ചത് 1869 ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്.
നിയമസഭാ മന്ദിരം അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ദിവാനായിരുന്നു ടി മാധവറാവു. നിയമസഭാ മന്ദിരത്തിന് ശില്പി ചോദിച്ചാൽ അത് വില്യം ബാർട്ടൺ ആണ്. അപ്പം നമ്മുടെ സെക്രട്ടേറിയറ്റ് നിയമസഭാ മന്ദിരത്തിൻ്റെ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ ടി മാധവറാവുവും ഇതിൻ്റെ ശില്പി വില്യം ബാർട്ടൺ ആണ് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി. തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത സെൻസസ് നടന്ന വർഷം 1875 ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടത്തിലാണ്. തിരുവിതാംകൂറിൽ നിരോധിക്കപ്പെട്ട ആദ്യ പത്രമാണ് സന്ദിഷ്ടവാദി. തിരുവിതാംകൂറിൽ നിരോധിക്കപ്പെട്ട ആദ്യ പത്രം ഏതാണ്? അത് സന്ദിഷ്ടവാദിയാണ്. പുനലൂർ തൂക്കുപാലം, വർക്കല തുരങ്കം, ലോ കോളേജ്, ഗവൺമെൻറ് ആർട്സ് കോളേജ്, സയൻസ് കോളേജ്, ആലപ്പുഴ വിളക്കുമാടം എന്നിവ നിർമ്മിക്കപ്പെട്ടത് ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ ആശുപത്രി, ജനറൽ ആശുപത്രി, പുത്തൻ കച്ചേരി എന്നിവ സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. 1874 നിയമവിദ്യാഭ്യാസം ആരംഭിച്ച രാജാവ് ഇദ്ദേഹമാണ്. മലയാള നാടകത്തിന് തുടക്കം കുറിച്ചത് ആയില്യം തിരുനാളിൻ്റെ ശാകുന്തളം പരിഭാഷയോട് കൂടിയിട്ടാണ്. അപ്പം മലയാള നാടകത്തിന് തുടക്കം കുറിച്ചത് എവിടെ നിന്നാണ്? ആയില്യം തിരുനാളിൻ്റെ ശാകുന്തളം പരിഭാഷണത്തോടു കൂടിയാണ്. തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം എന്ന പദവി ലഭിച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം എന്ന പദവി ലഭിച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. അടുത്ത തിരുവിതാംകൂർ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ. വിശാഖം തിരുനാളിൻ്റെ കാലഘട്ടം 1880 മുതൽ 1885 വരെയുള്ള കാലഘട്ടമാണ്. മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ. മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആരാന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ആരാണ്? അത് വിശാഖം തിരുനാളാണ്. തിരുവിതാംകൂറിലെ പോലീസ് വിഭാഗത്തെ പുനഃസംഘടിപ്പിച്ചത് ഇദ്ദേഹമാണ്. നാഞ്ചിനാട്ടിലെ ജലസേചന പദ്ധതി വികസിപ്പിച്ചതും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കിയ സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ. മുല്ലപ്പെരിയാർ പാട്ടക്കാരനെ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ചത് വിശാഖം തിരുനാളാണ്. ഇത് PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് എന്ന് വിശേഷിപ്പിച്ചത് ശ്രീ വിശാഖം തിരുനാളാണ്. വിശാഖം തിരുനാളിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത മരച്ചീനി ഇനമാണ് ശ്രീ വിശാഖ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പരുത്തി മില്ല് 1881 കൊല്ലത്ത് ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ വിശാഖം തിരുനാളാണ്. ഈ മരച്ചീനിക്ക് ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ശ്രീ വിശാഖ് എന്ന് പേര് നൽകിയത് അദ്ദേഹം മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു, അതുകൊണ്ടാണ്. അടുത്ത തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടം 1885 to 1924 മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ എന്നിവ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിനാണ്. മലയാളി മെമ്മോറിയൽ 1891 ഈഴവ മെമ്മോറിയൽ 1896 സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? അത് ശ്രീമൂലം തിരുനാളാണ്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? അത് ശ്രീമൂലം തിരുനാളാണ്. റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം ബോർഡ് വേർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹമാണ്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് 1886 മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ചത് ശ്രീമൂലം തിരുനാളും തയ്യാറാക്കിയ സമയത്ത് ആരാണ്? അത് ശ്രീ വിശാഖം തിരുനാളാണ്. 1896 തിരുവിതാംകൂറിൽ ജന്മിക്കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കിയത് ശ്രീമൂലം തിരുനാളാണ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. 1888 മാർച്ച് 30 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിക്കുന്നത്. ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ചത് 1904 ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ചത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ അത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ആയത് 1904 പൗരസമത്വവാദ പ്രക്ഷോഭം 1919 നടക്കുമ്പോൾ അവിടുത്തെ ഭരണാധികാരി ആരായിരുന്നു? ശ്രീമൂലം തിരുനാളാണ്.
1924 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. കൃഷിക്കും ജലസേചനത്തിനും വേണ്ടി പ്രത്യേക വകുപ്പുകൾ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് ഇദ്ദേഹം. പുരാവസ്തു ഗവേഷണ വകുപ്പ്, ദുർഗുണ പരിഹാര പാഠശാല, തിരുവനന്തപുരം വനിതാ കോളേജ്, ആയുർവേദ കോളേജ്, സംസ്കൃത കോളേജ്, ഫിംഗർ പ്രിന്റ് ബ്യൂറോ, ഹസ്തലിഖിത ലൈബ്രറി, VJT ഹാൾ എന്നിവയുടെ നിർമ്മാണം ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് ആരംഭിക്കുന്നത്. പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിക്കുന്നത് ശ്രീമൂലം തിരുനാളാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുമ്പോൾ തിരുവിതാംകൂർ രാജാവ് രാജാവ് ആരായിരുന്നു? ശ്രീമൂലം തിരുനാളാണ്. കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ച സമയത്തും തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. അപ്പോൾ ശ്രീമൂലം തിരുനാൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നോണം. കുറേ പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം കേട്ടോ. എന്താണ് ശ്രീമൂലം പ്രജാസഭ? ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ചത് 1904 ഒക്ടോബർ 1-നാണ്. ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് 1904 ഒക്ടോബർ 22-നാണ്. ഈ യോഗത്തിൽ ആകെ 88 അംഗങ്ങളാണ് പങ്കെടുത്തത്. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്നത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാള് VJT ഹാളിലാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജനായിരുന്നു അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ ആരാണ്? അയ്യങ്കാളി. അടുത്ത തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മിഭായി. 1924 മുതൽ 1931 വരെയുള്ള കാലഘട്ടമാണ് റാണി സേതുലക്ഷ്മിഭായിയുടെ കാലഘട്ടം. ശ്രീ ചിത്തിര തിരുനാളിനു പ്രായം തികയാത്തതിനാൽ റീജൻ്റായി ഭരണം നടത്തിയ ഭരണാധികാരിയായിരുന്നു റാണി സേതുലക്ഷ്മിഭായി. തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം 1925 നിർത്തലാക്കിയത് ശ്രീ റാണി സേതുലക്ഷ്മിഭായിയാണ്. അപ്പം നമ്മുടെ ശ്രീചിത്ര തിരുനാളിന് പ്രായപൂർത്തിയാകാത്തതിനാൽ റീജൻ്റായി ഭരണം നടത്തി സേതുലക്ഷ്മിഭായി. തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി 1925 റാണി സേതുലക്ഷ്മിഭായിയുടെ കാലഘട്ടത്തിൽ. തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപവൽക്കരിച്ച ഭരണാധികാരിയും റാണി സേതുലക്ഷ്മിഭായിയാണ്. വൈക്കം സത്യാഗ്രഹ നിവേദനം സമർപ്പിച്ചത് റാണി സേതുലക്ഷ്മിഭായിക്കാണ്. തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം പാസാക്കിയത് റാണി സേതുലക്ഷ്മിഭായിയാണ് 1926 കേട്ടോ. വർത്തമാന പത്ര നിയമം തിരുവിതാംകൂറിൽ പാസാക്കിയത് 1926 റാണി സേതുലക്ഷ്മിഭായിയാണ്. മരുമക്കത്തായം മാറ്റി മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്നതും റാണി സേതുലക്ഷ്മിഭായിയായിരുന്നു. ദേവസ്വത്തിനുള്ള കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ്. മൃഗബലി നിരോധിച്ചത് റാണി സേതുലക്ഷ്മിഭായി. ശുചീന്ദ്ര സത്യാഗ്രഹം, തൃപ്പാപ്പൂർ സത്യാഗ്രഹം എന്നിവ നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി സേതുലക്ഷ്മിഭായിയാണ്. 1929 തിരുവനന്തപുരം വൈദ്യുതീകരിച്ച സമയത്തെ ഭരണാധികാരി സേതുലക്ഷ്മിഭായിയാണ്. 1931 മുതൽ 1949 വരെയാണ് തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിട്ടിരുന്നത്. തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരി എന്ന് പറയാം ശ്രീ ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീ ചിത്തിര തിരുനാളാണ്. തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു 1936 നവംബർ 12. എല്ലാ PSC പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് 1936 നവംബർ 12. പുറപ്പെടുവിച്ചത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ്. ആദ്യമായി കടൽ യാത്ര നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ. പോപ്പിനെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവ് എന്ന് ബഹുമതി മാർക്ക് തന്നെയാണ് ശ്രീ ചിത്തിര തിരുനാളിനാണ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ നെല്ലിക്കാമ്പട്ടി ഗെയിം സാഞ്ചുറി സ്ഥാപിതമാകുമ്പോൾ ശ്രീ ചിത്തിര തിരുനാളായിരുന്നു തിരുവിതാംകൂർ രാജാവ്. തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ആദ്യ രാജപ്രമുഖൻ ഗവർണർ എന്ന് പറയുന്നത് ശ്രീ ചിത്തിര തിരുനാളാണ്. വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവും ഇദ്ദേഹമാണ്. പുന്നപ്ര വയലാർ സമരകാലത്ത് 1946 പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ. അതുപോലെ തന്നെ ചോദിക്കാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാളാണ്.
FACT, തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ, തിരുവനന്തപുരം വിമാനത്താവളം, തിരുവിതാംകൂർ സർവകലാശാല, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ, തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് 1938, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഹോമിയോപ്പതി കോളേജ്, ശ്രീ ചിത്ര ആർട്ട് ഗാലറി, സ്വാതി തിരുനാൾ സംഗീത കോളേജ്, ഭൂപണയ ബാങ്ക് 1932, തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് എന്നിവ ആരംഭിച്ചത് ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ്. തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയത് ശ്രീ ചിത്തിര തിരുനാളാണ്. മുഹമ്മദ് ഹബീബുള്ള ശ്രീ ചിത്തിര തിരുനാളിൻ്റെ ദിവാനായിരുന്നു. ആദ്യത്തെ മുസ്ലിം ദിവാനാണ് മുഹമ്മദ് ഹബീബുള്ള. അദ്ദേഹം ശ്രീ ചിത്തിര തിരുനാളിൻ്റെ ദിവാനായിരുന്നു. ശ്രീ ചിത്തിര തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനാണ് CP രാമസ്വാമി അയ്യർ. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് കവടിയാർ കൊട്ടാരത്തിൽ വെച്ച് 1991 അന്തരിക്കുന്നത്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലഘട്ടം ഒന്ന് നമുക്ക് പറയാം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1729 മുതൽ 1758 വരെ. കാർത്തിക തിരുനാൾ രാമവർമ്മ, ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നതെന്ന് നമ്മൾ പഠിച്ചു. 1758 മുതൽ 1798 വരെ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ 1798 1810. റാണി ഗൗരി ലക്ഷ്മിഭായി 1810 1815. റാണി ഗൗരി പാർവതിഭായി 1815 1829. സ്വാതി തിരുനാൾ 1829 മുതൽ 1846 വരെയാണ് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നത്. ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1846 മുതൽ 1860 വരെ ഭരിച്ചു. ആയില്യം തിരുനാൾ രാമവർമ്മയോ 1860 മുതൽ 1880 വരെ. ശ്രീ വിശാഖം തിരുനാൾ 1880 മുതൽ 1885 വരെ. ശ്രീമൂലം തിരുനാൾ 1885 1924. റാണി സേതുലക്ഷ്മിഭായി 1924 മുതൽ 1931 വരെയും. ശ്രീ ചിത്തിര തിരുനാൾ 1931 മുതൽ 1947 വരെയുമാണ് തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരികളായി ഇരുന്നത്. തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സ്ട്രാ ഫാക്ട്സ് പഠിക്കാം. ഹിരണ്യഗർഭം എന്താണ്? ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ഹിരണ്യഗർഭം. ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതമാണ് പഞ്ചഗവ്യം. നമുക്ക് കുളച്ചൽ യുദ്ധത്തെക്കുറിച്ചൊന്ന് പഠിക്കാം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ ചെറുത്തുനിൽപ്പായിരുന്നു കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്നതെന്ന 1741 ഓഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ സഹായിച്ച വിദേശികളാണ് ബ്രിട്ടീഷുകാർ. കുളച്ചൽ യുദ്ധം ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിനാശകരമായിരുന്നു. കേരളം പിടിച്ചെടുക്കാമെന്ന ഡച്ചുകാരുടെ മോഹം ഈ കുളച്ചൽ യുദ്ധത്തിലൂടെ അസ്തമിച്ചു. മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനായിരുന്നു ഡിലനോയി. തിരുവിതാംകൂറിൻ്റെ സർവ്വ സൈന്യാധിപനായ വിദേശിയാണ് ഡിലനോയി. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയിയാണ്. തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്ത് ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്നത് ഡിലനോയി ആയിരുന്നു. തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്ത് ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ 8 വീട്ടിൽ പിള്ളമാരും കുളം തോണ്ടുക എന്നുള്ള വാക്കുമൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ ക്ഷേത്രവക വസ്തുക്കൾ 8ആയി ഭാഗിച്ച് കരം പിരിക്കുന്നതിന് മറ്റുമായി ഓരോ ഭാഗവും ഓരോ നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചു. ഈ നായർ മാടമ്പിമാർ 8 വീട്ടിൽ പിള്ളമാർ എന്നറിയപ്പെട്ടു. കുളത്തൂർ, കഴക്കൂട്ടം, ചെമ്പഴന്തി, കുടമൺ, പള്ളിച്ചൽ, വെങ്ങാനൂർ, രാമനാമഠം, മാർത്താണ്ഡമഠം എന്നിങ്ങനെ വ്യത്യസ്തമായ 8 ഗ്രാമങ്ങളിലെ കുടുംബക്കാരായിരുന്നു 8 വീട്ടിൽ പിള്ളമാർ. 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്തത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇനി എന്താണ് തൃപ്പടിദാനം? തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ താൻ വിസ്തൃതമാക്കിയ രാജ്യം തൻ്റെ കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. ഇതാണ് തൃപ്പടിദാനം. ഇതിനുശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രീ പത്മനാഭദാസന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു. തൃപ്പടിദാനം നടത്തിയത് 1750 ജനുവരി 3-നാണ്. 925 മകരം 5 മലയാള മാസം. 1766 ധർമ്മരാജയാണ് 2ാം തൃപ്പടിദാനം നടത്തിയത്. ഇനി തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉമാമഹേശ്വരിയാണ്. ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ജീവചരിത്രമാണ്.
വേലുത്തമ്പി ദളവയെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ കുണ്ടറ വിളംബരം പഠിപ്പിച്ചു അല്ലേ. കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവ 1809 ജനുവരി 11. 984 മകരം 1 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചു. കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് ഉണ്ടായത്. കുണ്ടറ വിളംബരം സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്കാണ് ഊന്നൽ നൽകിയത്. കുണ്ടറ വിളംബരത്തിനു സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധിയാണ് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്രം കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം. കുണ്ടറ വിളംബരാനന്തരം നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം 1809 ജനുവരി 15. ശ്രീമൂലം പ്രജാസഭ 1888 മാർച്ച് 30 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വരുന്നു. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈയെടുത്തത് ടി രാമറാവു ആണ്, അന്നത്തെ ദിവാൻ. 1888 തിരുവിതാംകൂറിൽ രൂപീകൃതമായ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ആകെ 8 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 1904 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലിയായി ശ്രീമൂലം പ്രജാസഭയായി മാറുന്നു. ശ്രീമൂലം പ്രജാസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത് ദിവാൻ പേഷ്കാർ ആയിരുന്നു. ഓരോ താലൂക്കിൽ നിന്നും 2 പേർ വീതമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. 100 രൂപയിൽ കൂടുതൽ ഭൂനികുതി അടയ്ക്കുന്നവർ, വാർഷിക വരുമാനം 6000 രൂപയ്ക്ക് മുകളിലുള്ളവർക്ക് മാത്രമേ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകാനുള്ള യോഗ്യത ഉണ്ടായിരുന്നുള്ളൂ. 1904 ഒക്ടോബർ 22 ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്നു. ആദ്യ സമ്മേളനം നടന്നത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ VJT ഹാളിലായിരുന്നു. ഈ VJT ഹാള് 2019 മുതൽ അയ്യങ്കാളി ഹാൾ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ആദ്യ സമ്മേളനത്തിൽ 88 പേരാണ് പങ്കെടുത്തത്. 1905 മെയ് 1 ശ്രീമൂലം പ്രജാസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ മാറ്റം കൊണ്ടുവന്ന നിയമം നിലവിൽ വരുന്നു. ആകെ അംഗസംഖ്യയായ 100-ൽ 77 പേരെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുകയും 23 പേർ നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്യും എന്നതായിരുന്നു ഇവിടുത്തെ മാറ്റം. 2005 റെഗുലേഷൻ്റെ പ്രധാന പ്രത്യേകതയും ഇതായിരുന്നു. 50 രൂപയ്ക്ക് മുകളിൽ ഭൂനികുതി അടയ്ക്കുന്നവർ, 2000 രൂപയിൽ കുറയാത്ത വാർഷിക വരുമാനം അല്ലെങ്കിൽ സർവകലാശാല ബിരുദം എന്നതായിരുന്നു 1905 റെഗുലേഷൻ പ്രകാരം നിയമസഭയിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ട യോഗ്യത. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആദ്യ വ്യക്തിയാണ് അയ്യങ്കാളി. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് 1922 മേരി പുന്നൻ ലൂക്കോസ്. ഇപ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാരെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവിതാംകൂറിനെ കുറിച്ചുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിച്ചു. ലെങ്തി ക്ലാസ് ആണെന്നറിയാം, പക്ഷേ ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് പറഞ്ഞു പോയാലാണ് ക്ലാസ് പൂർണ്ണമാകുകയുള്ളൂ. നിങ്ങൾ ഇതിലെ കണ്ടൻറ്റുകളൊന്നും നിങ്ങൾക്ക് കളയാനില്ല. ക്ലാസ്സുകൾ പലതവണ കേൾക്കുക, കേട്ട് തന്നെ നിങ്ങൾ മൈൻഡിൽ അത് സെറ്റ് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകളും വർഷങ്ങളും എല്ലാം നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ അടുത്ത ടോപ്പിക്കിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.